സിനിമകൾ ഇപ്പോൾ രണ്ടാം ഭാഗം, മൂന്നാം ഭാഗം, നാലാം ഭാഗത്തിൻ്റെ തിരക്കിലാണ് പ്രൊഡ്യൂസർമാരും സംവിധായകരും. ഇതെന്താ മെഗാ സീരിയലാണ്? ഒരു സിനിമ ഒരു ഭാഗത്തിൽ അവസാനിപ്പിക്കുക, അതിൻ്റെ രണ്ടാം ഭാഗം എടുത്തുള്ള സകല സിനിമകളും പൊളിഞ്ഞു പോയിട്ടുള്ളൂ. അതിന് ഉദാഹരണമായിട്ട് ബാഹുബലി വരെ. ബാഹുബലി ഒന്നാം ഭാഗം എടുത്തതിൻ്റെ അരുത്തോടും പോയില്ല രണ്ടാം ഭാഗം. അതോടുകൂടിയിട്ട് മൂപ്പര പണി നിർത്തി. ഇനി ഈ രണ്ടാം ഭാഗത്തിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് ഇനി നമ്മളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് സ്ഥലം വിട്ടു. പിന്നെ മമ്മൂട്ടി കുറേ CBIയിലെ കുറേ സീരീസ് ചെയ്തു. അതിൽ ഒന്നാമത്തെ ആ സീരീസിനേൽ മേലെ ഒരു കഥ അന്വേഷിച്ചതും ശരിയായിട്ടില്ല. മമ്മൂട്ടി വെറുതെ ബലം പിടിച്ച് കൈയും പിന്നിൽ കെട്ടി ഒരു ചുവന്ന കുറിയും തൊട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണമെന്നല്ലാണ്ട് അതിലും മേലെ ഒരു കഥ എഴുതാനായിട്ട് കഴിഞ്ഞിട്ടില്ല. SN സ്വാമിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനി കഴിയൂല. അതുകൊണ്ടാണ് പറഞ്ഞ് അത് ഒരു സീരീസിൽ നിർത്തുക. ഇപ്പോൾ ദൃശ്യം തന്നെ നിങ്ങൾ നോക്ക്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൃശ്യം 3 റിലീസാകുമ്പോഴല്ലേ. ആദ്യത്തെ ദൃശ്യത്തിൻ്റെ കാവ്യഭംഗിയും അതിൻ്റെ അഭിനയത്തിൻ്റെ ഒരു ഭംഗിയും അതുപോലെ തന്നെ ആ കഥയുടെ ലോജിക്കും എല്ലാം നമുക്ക് പിടുത്തം കിട്ടി. രണ്ടാമതെടുത്തപ്പോൾ എന്തുട്ടത് അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഒരു പിടുത്തം കിട്ടിയാൽ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് അല്ലായിരുന്നു അത്. പിന്നെ ഒന്നാം ഭാഗത്തിൻ്റെ പേര് കേട്ടിട്ട് കുറച്ച് ആൾക്കാർ പടത്തിന് കയറും, അത്രമാത്രം. ഈ മൂന്നാം ഭാഗം അതിനേക്കാളും വലിയ തോൽവിയായിട്ട് മാറാനാണ് സാധ്യത. നമുക്കത് കണ്ടുകൊണ്ട് മനസ്സിലാക്കാം. ഇനി അത് കുഴച്ച് ഈ റബ്ബർ ബാൻഡ് നീട്ടണ പോലെ നീട്ടിക്കൊണ്ട് ഒരു കാര്യമില്ല. ഇതോട് കൂടിയിട്ട് ആ സീരീസ് നിർത്താൻ നല്ലത്. മോഹൻലാലിനെ വല്ല ജയിലിൽ പിടിച്ചു കൊണ്ടിട്ട് കഥ അവസാനിപ്പിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ കാശ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട. ഉണ്ടാക്കിയിടത്തോളം ഭാഗ്യം. ഈ മലയാളികളൊക്കെ മണ്ടന്മാരായ കാരണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കാശ് കിട്ടിയത്. നാടോടിക്കാരൻ്റെ സത്യൻ അന്തിക്കാട് ഫൈറ്റ് പട്ടണപ്രവേശം എടുത്തു. നാടോടിക്കാരൻ്റെ രണ്ടാം ഭാഗം എടുത്തു. അത് പൊളിഞ്ഞ് നാശമായി പോയി. അപ്പോൾ അവനെ പ്രിയദർശ ഏറ്റെടുത്തു. അമേരിക്കയിൽ പോയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അതും അതുപോലെ നശിച്ച് നാറാണക്കല്ല് പറിച്ചു പോയി. അപ്പോൾ ആഗസ്റ്റ് 1 മമ്മൂട്ടിയുടെ വന്നു. അതും ഇതുപോലെ രണ്ടാം ഭാഗം വന്നതോടുകൂടി പൊളിഞ്ഞു പോയി. പിന്നെ ഇനി ഈ ആട് ഒന്നാം ഭാഗം, രണ്ടാം ഭാഗം, മൂന്നാം ഭാഗം, ഇനി ഇതിനേക്കാളും വൃത്തികെട്ട ഒരാടിനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അത്ര മോശമുള്ളൊരു സിനിമയാണ് ആട്. ഈ മൂന്നാം ഭാഗമൊക്കെ കണ്ടിരുന്ന ആൾക്കാരെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കേരളത്തിലേ നടക്കുള്ളൂ. ഇതൊന്നും തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് വിൽക്കില്ല. അതേപോലത്തെ ആടിന് ഇനി 3 നമുക്ക് കാണിച്ചു തന്നത്. ഇവിടെ സിനിമ കാണാനില്ലാണ്ട് നിൽക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ ഇടിച്ച് കയറി ആടുത്തെറി എന്ന് പറഞ്ഞിട്ട് എന്ത് മോശം പടാന്നറിയാം. അതൊക്കെ കിട്ടിയ കാശ് ലാഭം, അത്രയും നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ വാഴക്കാരിറങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ കഴിഞ്ഞു. പിന്നെ അവരൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് വാഴേനെ അവർ ട്രീറ്റ് ചെയ്ത് രണ്ടാം ഭാഗം കൊണ്ട് ഇറക്കി പോകുന്നത്. കുറേ കൂതറ പിള്ളേർ കിടന്ന് തല്ലു കൂടുന്നുണ്ട്. വേറെ എന്താണുള്ള സിനിമയിൽ? എന്തെങ്കിലും ഒരു കാഴ്ച സുഖത്തിന് എന്തെങ്കിലും ഉണ്ടാ? അതേപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യലാണ് കംപ്ലീറ്റ്. ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആർട്ടിഫിഷ്യലാണ്. ഒരു അച്ഛനും മകനും കൂടി കാണിച്ച ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് കരഞ്ഞങ്ങടെ ആൾക്കാർ മെഴുകുന്നു വിചാരിച്ചിട്ട് എന്താണ് ലിവർ പോയി എന്ന് പറഞ്ഞിട്ട്, ലിവർ സിറോസിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കഥാപാത്രം മരിക്കിന്. അപ്പോൾ UK വെച്ചിട്ട് മകൻ കരയിന്. ഇവിടെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് എന്ത് ഡ്രാമയൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെയാണോ നമ്മളെ കരയിക്കാനും നമ്മളെ സെൻറ്റിമെൻറ്റ്സ് അടിക്കാനൊക്കെ ഉള്ള എടുക്കേണ്ട ഭാഗം? രണ്ടാം ഭാഗം പൊളിഞ്ഞു. ഇനിയിപ്പോൾ അവൻ പറയുന്നത് അതിൻ്റെ കഥ എഴുത്തുകാരൻ മൂന്നാം ഭാഗത്തിൻ്റെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അറിയാൻ നല്ലതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മൂന്നാം ഭാഗം കുഴച്ചുണ്ടാക്കാൻ പോകുന്നുണ്ട് നമുക്ക് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഈ മെഗാ സീരിയൽ പോലെ ഈ സിനിമകൾ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ഒന്നാം ഭാഗം, രണ്ടാം ഭാഗം, മൂന്നാം ഭാഗം എടുക്കണതിലൊന്നും ജനങ്ങൾക്ക് ഒരു താല്പര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ട്രെൻഡിങ് നടന്ന പഴയ പടങ്ങളൊക്കെ വീണ്ടും 4Kയിലാക്കിയിട്ട് വീണ്ടും റിലീസ് ചെയ്യുക. അതിപ്പോൾ എന്തായാലും അസ്തമിച്ച് പോയിട്ടുണ്ട്. ഇതൊന്നും കാണാൻ ആളില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ആ പരിപാടി ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മലയാള സിനിമയിലെ ആശയദാരിദ്ര്യം ഒരുപാടുണ്ട്. ആ ആശയദാരിദ്ര്യം കൊണ്ട് പ്രേക്ഷകർ തലയിൽ വെച്ചിട്ട് പ്രേക്ഷകർ സിനിമയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് തള്ളാൻ നിൽക്കണ്ട. പ്രേക്ഷകരെങ്ങനെ സിനിമയ്ക്ക് വരിക? സിനിമ നന്നാവണം, സിനിമയിലെ സ്ക്രിപ്റ്റ് നന്നാവണം, പുതിയ കഥകൾ തേടി പോകാനുള്ള മടിന് നിങ്ങൾക്ക്. അപ്പോൾ ആ മടി നിങ്ങൾ കളയാണ്ട്, നിങ്ങൾ വർക്ക് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തിയേറ്റർ ഉറങ്ങി തന്നെ കിടക്കും. വെള്ളി, ശനി, ഞായർ മാത്രം ഷോകൾ മാത്രമായിട്ട് മാറാനാണ് സാധ്യത ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ. അത്ര ഊളപ്പടങ്ങളാണ് നമ്മുടെ മലയാള സിനിമകളിൽ വരുന്നത്.